ഹായ് ഡിയേഴ്സ്, HTD3 ഗണിതം യൂണിറ്റ് 10 ഭാരം അറിയാം പാർട്ട് 2. ഈ പാഠത്തിൻ്റെ പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും HTD3 എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എത്ര എണ്ണം? ധാന്യമില്ലിൽ നിന്ന് രാമു പൊടിച്ചു വാങ്ങിയ സാധനങ്ങളുടെ അളവ് നോക്കൂ. മുളക് 4 കിലോഗ്രാം, അരി 20 കിലോഗ്രാം, ഗോതമ്പ് 30 കിലോഗ്രാം, കടല 3 കിലോഗ്രാം, മല്ലി 5 കിലോഗ്രാം, മഞ്ഞൾ 5 കിലോഗ്രാം. ഇവ രാമു പാക്കറ്റുകളിലാക്കി. മഞ്ഞൾ 100 ഗ്രാം, മുളക് 200 ഗ്രാം, കടല 250 ഗ്രാം, മല്ലി 500 ഗ്രാം, ഗോതമ്പ് 2 കിലോഗ്രാം, അരി 1 കിലോഗ്രാം എന്നിങ്ങനെയാണ് പാക്കറ്റുകളിലാക്കിയത്. എങ്കിൽ ഓരോന്നും എത്ര പാക്കറ്റുകൾ വീതം ഉണ്ടാകും? ഓരോന്നിൻ്റെ ആകെയുള്ള അളവും അതുപോലെ തന്നെ പാക്കറ്റുകളിലാക്കേണ്ട അളവും പാക്കറ്റുകളുടെ എണ്ണവും ഒരു പട്ടിക രൂപത്തിലാക്കിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ ആദ്യം എടുക്കുന്ന ഇനം മഞ്ഞളാണ്. മഞ്ഞൾ ആകെയുള്ളത് 5 കിലോഗ്രാം ആണ്. അത് 100 ഗ്രാം വീതമുള്ള പാക്കറ്റുകളാണ് ആക്കേണ്ടത്. 100 ഗ്രാം വീതമുള്ള 10 പാക്കറ്റുകളാക്കിയാൽ 1 കിലോഗ്രാം ആവും. 20 പാക്കറ്റുകളിലാക്കിയാൽ 2 കിലോഗ്രാം ആവും. അങ്ങനെയെങ്കിൽ 5 കിലോഗ്രാം ആവണമെങ്കിൽ നമ്മൾ 50 പാക്കറ്റുകളിലാക്കേണ്ടി വരും. ഇനി അടുത്ത ഇനം മുളകാണ്. മുളക് ആകെ 4 കിലോഗ്രാം ആണുള്ളത്. അത് 200 ഗ്രാം വീതമുള്ള ഓരോ പാക്കറ്റുകളിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 200 ഗ്രാം വീതമുള്ള 5 പാക്കറ്റുകളാക്കിയാലാണ് നമുക്ക് 1000 ഗ്രാം അഥവാ 1 കിലോഗ്രാം ആവുന്നത്. 10 പാക്കറ്റുകളിലാക്കിയാൽ നമുക്ക് 2 കിലോഗ്രാം ആവും. 15 പാക്കറ്റുകളിലാക്കിയാൽ 3 കിലോഗ്രാം ആവും. അങ്ങനെയെങ്കിൽ 20 പാക്കറ്റുകളിലാക്കിയാൽ നമുക്ക് 4 കിലോഗ്രാം തികയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത ഇനം കടലയാണ്. കടല 250 ഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാണ് ആക്കേണ്ടത്. ആകെ നിറയേണ്ടത് 3 കിലോഗ്രാമാണ് കടലയുള്ളത്. 250 ഗ്രാം വീതമുള്ള 4 പാക്കറ്റുകളാക്കിയാൽ നമുക്ക് 1 കിലോഗ്രാം ആവും. 8 പാക്കറ്റുകളിലാക്കിയാൽ 2 കിലോഗ്രാം ആവും. എങ്കിൽ 12 പാക്കറ്റുകളിലാക്കിയാൽ നമുക്ക് 3 കിലോഗ്രാം കടല തികയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത ഇനം മല്ലിയാണ്. മല്ലി ആകെയുള്ളത് 5 കിലോഗ്രാം ആണ്. അത് 500 ഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാണ് ആക്കേണ്ടത്. 500 ഗ്രാം വീതമുള്ള 2 പാക്കറ്റുകളിലാക്കിയാൽ 1 കിലോഗ്രാം ആവും അഥവാ 1000 ഗ്രാം ആവും. ഇനി 4 പാക്കറ്റുകളിലാക്കിയാൽ 2 കിലോഗ്രാം ആവും. 6 പാക്കറ്റുകളിലാക്കിയാൽ 3 കിലോഗ്രാം ആവും. 8 പാക്കറ്റുകളിലാക്കിയാൽ 4 കിലോഗ്രാം ആവും. അങ്ങനെയെങ്കിൽ 10 പാക്കറ്റുകളിലാക്കിയാൽ 5 കിലോഗ്രാം ആവും. ഇനി അടുത്ത ഇനം ഗോതമ്പ്. ഗോതമ്പ് ആകെയുള്ളത് 30 കിലോഗ്രാം ആണ്. അത് 2 കിലോഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാണ് ആക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 15 പാക്കറ്റുകളിൽ നമുക്ക് മല്ലി ആക്കാവുന്നതാണ്. അതായത് 15 ഗുണിക്കണം 2 ആണ് 30. ഇനി അവസാനത്തെ ഇനം അരിയാണ്. അരി ആകെയുള്ളത് 20 കിലോഗ്രാം ആണ്. അത് 1 കിലോഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാണ് ആക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 20 പാക്കറ്റുകൾ വേണ്ടിവരും. 50 ഗ്രാം 50 ഗ്രാം. ഹംസയുടെ കടയിൽ ഓരോ ഭരണിയിലുമുള്ള സാധനങ്ങളുടെ തൂക്കം താഴെ കൊടുക്കുന്നു. കശുവണ്ടി പരിപ്പ് 1 കിലോഗ്രാം, മുന്തിരി 500 ഗ്രാം, ഏലക്കായ 400 ഗ്രാം, ജീരകം 200 ഗ്രാം. ഇനവും തൂക്കവും കണ്ടല്ലോ. ഇവ ഓരോന്നും 50 ഗ്രാം പാക്കറ്റുകളിലാക്കിയാൽ ഓരോ ഇനത്തിലും എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? ആദ്യം കശുവണ്ടി പരിപ്പാണ്. കശുവണ്ടി പരിപ്പ് ആകെയുള്ളത് 1 കിലോഗ്രാം ആണ്. അതായത് 1000 ഗ്രാം ആണ്. 1000 ഗ്രാമിനെ 50 ഗ്രാമുകളുടെ എത്ര പാക്കറ്റുകളാക്കാമെന്ന് നോക്കാൻ 1000നെ 50 കൊണ്ട് ഹരിച്ചാൽ മതി. 1000 ഹരിക്കണം 50 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 20 എന്ന് ലഭിക്കുന്നു. അപ്പോൾ 20 പാക്കറ്റുകളിലാക്കാം. ഇനി അടുത്തത് മുന്തിരിയാണ്. മുന്തിരി ആകെയുള്ളത് 500 ഗ്രാം ആണ്. 50 ഗ്രാമിൻ്റെ എത്ര പാക്കറ്റുകളിലാക്കാമെന്നറിയാൻ 500 ഹരിക്കണം 50 ചെയ്താൽ മതി. അപ്പോൾ ഉത്തരം 10 എന്ന് കിട്ടുന്നു. അതായത് 10 പാക്കറ്റ് വീതം ആക്കാം. ഇനി അടുത്തത് ഏലക്കായയാണ്. ഏലക്കായ ആകെയുള്ളത് 400 ഗ്രാം ആണ്. ഇതിനെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം 8 കിട്ടുന്നു. അതായത് 50 ഗ്രാം വീതമുള്ള 8 പാക്കറ്റുകൾ നമുക്ക് ഏലക്കായ ആക്കാവുന്നതാണ്. ഇനി അവസാനമായി ജീരകമാണ്. ജീരകം ആകെയുള്ളത് 200 ഗ്രാം ആണ്. അതിനെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 50 ഗ്രാം വീതമുള്ള 4 പാക്കറ്റുകളിലാണ് ജീരകം നിറയ്ക്കാവുന്നത്. ഊഹിക്കാമോ?
താഴെ കൊടുത്ത സാധനങ്ങൾ ഓരോന്നിൻ്റെയും ഭാരം അളക്കാൻ ഗ്രാമാണോ കിലോഗ്രാം ആണോ കൂടുതൽ യോജിച്ചത്? നമുക്കിവിടെ 6 ഇനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ അളക്കുന്നത് സുഖം എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്, അടയ്ക്ക, അത് ഗ്രാമിലാണ് അളക്കേണ്ടത്. ഇനി തേങ്ങ കിലോഗ്രാമിൽ, ഓറഞ്ച് ഗ്രാമിൽ, തണ്ണിമത്തൻ കിലോഗ്രാമിൽ, സോപ്പ് ഗ്രാമിൽ, ടൂത്ത് പേസ്റ്റ് ഗ്രാമിൽ. ഇത് ഒരു എണ്ണത്തിൻ്റെ ആണ് കേട്ടോ കാര്യം പറഞ്ഞിട്ടുള്ളത്. അടയ്ക്ക, ഓറഞ്ച് അതൊക്കെ നമ്മൾ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരു ബൾക്കായിട്ട് കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയിൽ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോഗ്രാമിലും കൊടുക്കാവുന്നതാണ്. ഭാരം എത്ര? സുമ കടയിൽ നിന്ന് 2 കിലോ 500 ഗ്രാം ചെറുപയറും 1 കിലോ 250 ഗ്രാം ശർക്കരയും 300 ഗ്രാം നെയ്യും വാങ്ങി. സുമ വാങ്ങിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്ര? എങ്ങനെ കണ്ടെത്താനാവും? അളവുകളിൽ ആദ്യം ഗ്രാം മാത്രം കൂട്ടി നോക്കാം. അതായത് 2 കിലോ 500 ഗ്രാമിൽ നിന്നുള്ള ഈ 500 ഗ്രാം, പിന്നെ 1 കിലോ 250 ഗ്രാമിൽ നിന്നുള്ള ഈ 250 ഗ്രാം, അതുപോലെ തന്നെ ലാസ്റ്റുള്ള ഈ 300 ഗ്രാം. ഇത് മൂന്നും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഉത്തരം 1050 ഗ്രാം എന്ന് വരുന്നു. 1050 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോ 50 ഗ്രാമാണ്. ഇനി കിലോഗ്രാമുകൾ തമ്മിൽ കൂട്ടി നോക്കിയാലോ? 2 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം, അതായത് 3 കിലോഗ്രാം. ഇനി നമുക്ക് ആദ്യം കിട്ടിയ 1 കിലോ 50 ഗ്രാമും ഈ 3 കിലോഗ്രാമും കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ ആകെ 4 കിലോ 50 ഗ്രാം എന്ന് ഉത്തരം കിട്ടുന്നു. ഹോട്ടൽ നടത്തിപ്പുകാരനായ രവി 4 കിലോ 650 ഗ്രാം അരി പുട്ടിനും 2 കിലോ 850 ഗ്രാം അരി അപ്പത്തിനുമായി പൊടിച്ചു. അരിയുടെ ആകെ തൂക്കം എത്ര? 1 കിലോഗ്രാം പൊടിക്കാൻ 10 രൂപയാണ് കൂലിയെങ്കിൽ അരി പൊടിക്കാൻ എത്ര രൂപയായി? എങ്ങനെ കണ്ടുപിടിക്കും കൂട്ടുകാരെ? നമുക്ക് ആദ്യം വഴി എഴുതി നോക്കാം. പുട്ടിന് ആവശ്യമായ അരി എന്ന് പറയുന്നത് 4 കിലോ 650 ഗ്രാമാണ്. അപ്പത്തിന് ആവശ്യമായ അരി 2 കിലോ 850 ഗ്രാമാണ്. എങ്കിൽ അരിയുടെ ആകെ തൂക്കം എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലേ? ആദ്യം ഗ്രാമുകൾ തമ്മിൽ കൂട്ടി നോക്കാം. 650 പ്ലസ് 850 ഉത്തരം 1500 എന്ന് വരും. അതായത് 1 കിലോ 500 ഗ്രാം. ഇനി കിലോകൾ തമ്മിൽ കൂട്ടി നോക്കാം. 4 കിലോ പ്ലസ് 2 കിലോ സമം 6 കിലോ. ഇനി കിട്ടിയിട്ടുള്ള ഈ രണ്ട് അളവുകളും തമ്മിൽ കൂട്ടി നോക്കാം. 6 കിലോ പ്ലസ് 1 കിലോ 500 ഗ്രാം. ആകെ വേണ്ട അരിയുടെ തൂക്കം 7 കിലോ 500 ഗ്രാം. അടുത്ത ചോദ്യം നോക്കാം. മുംതാസ് കടയിൽ നിന്ന് 4 കിലോ 350 ഗ്രാം നേന്ത്രപ്പഴവും 2 കിലോ 850 ഗ്രാം കദളിപ്പഴവും വാങ്ങി. പഴങ്ങളുടെ ആകെ ഭാരം എത്ര? നേന്ത്രപ്പഴം സമം 4 കിലോ 350 ഗ്രാമാണ്. കദളിപ്പഴമോ 2 കിലോ 850 ഗ്രാം. ആകെ തൂക്കം കാണാൻ രണ്ടും കൂടെ കൂട്ടി നോക്കാം. ആദ്യം ഗ്രാമുകൾ തമ്മിൽ കൂട്ടാം. 350 പ്ലസ് 850 1200 ഗ്രാം. 1200 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോ 200 ഗ്രാമാണ്. ഇനി കിലോകൾ തമ്മിൽ കൂട്ടാം. 4 കിലോ പ്ലസ് 2 കിലോ സമം 6 കിലോ. ഇനി ഇതിലേക്ക് ആദ്യം കിട്ടിയ ഈ 1 കിലോ 200 ഗ്രാം കൂട്ടി നോക്കാം. അപ്പോൾ ആകെ ഉത്തരം 7 കിലോ 200 ഗ്രാം. വയറൻ തൊമ്മൻ ഹാ ഹാ 96 കിലോ ഉള്ള തൊമ്മൻ സന്തോഷത്തിലാണ്. മുൻപിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം 850 ഗ്രാം അവിൽ, 450 ഗ്രാം പഴം, 200 ഗ്രാം പഞ്ചസാര ഒറ്റയടിക്ക് അകത്താക്കി. ഇപ്പോൾ തൊമ്മൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ തൂക്കം എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മൂന്നും കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ? മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്കുത്തരം 1500 എന്നാണ് വരുന്നത്. അതായത് 1 കിലോ 500 ഗ്രാം. ശർക്കര പായസം കടയിൽ നിന്ന് വാങ്ങിയ 12 കിലോ 500 ഗ്രാം ശർക്കരയിൽ നിന്ന് 9 കിലോ 250 ഗ്രാം പായസത്തിനായി എടുത്തു. ബാക്കിയുള്ള ശർക്കരയുടെ അളവ് എത്ര? എങ്ങനെ കണ്ടെത്താം? ആദ്യമുണ്ടായിരുന്ന ശർക്കര എന്ന് പറയുന്നത് 12 കിലോ 500 ഗ്രാമാണ്. അതിൽ നിന്ന് പായസത്തിനായി എടുത്തത് 9 കിലോ 250 ഗ്രാമാണ്. ആദ്യം ഗ്രാമിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അപ്പോൾ 500 മൈനസ് 250 സമം 250 ഗ്രാം എന്ന് വരുന്നു. ഇനി കിലോഗ്രാമിലുള്ള അളവുകളുടെ വ്യത്യാസങ്ങൾ നോക്കുമ്പോഴോ 12 കിലോഗ്രാം മൈനസ് 9 കിലോഗ്രാം സമം 3 കിലോഗ്രാം. അതായത് ബാക്കിയുള്ള ശർക്കരയുടെ തൂക്കം എന്ന് പറയുന്നത് 3 കിലോ 250 ഗ്രാമാണ്. സ്റ്റോക്ക് ഉണ്ടായിരുന്ന 10 കിലോ 500 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് ഇന്ന് 8 കിലോ 450 ഗ്രാം വിറ്റെങ്കിൽ ബാക്കി എത്ര? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കൂട്ടുകാരെ? ആദ്യമുണ്ടായിരുന്ന പഞ്ചസാര എന്ന് പറയുന്നത് 10 കിലോ 500 ഗ്രാമാണ്. അതിൽ നിന്നും വിറ്റ പഞ്ചസാര എന്ന് പറയുന്നത് 8 കിലോ 450 ഗ്രാമാണ്. ഇനി ബാക്കിയുള്ള പഞ്ചസാര എങ്ങനെ കണ്ടുപിടിക്കാം? വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ മതി അല്ലേ? ആദ്യം നമുക്ക് ഗ്രാമുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതായത് 500 ഗ്രാം മൈനസ് 450 ഗ്രാം.
50 ഗ്രാം എന്ന് ഉത്തരം വരുന്നു. ഇനി കിലോഗ്രാമുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 10 കിലോ മൈനസ് 8 കിലോ 2 കിലോ എന്ന് വരുന്നു. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയുടെ അളവ് എത്രയാണ്? 2 കിലോ 50 ഗ്രാം. 15 കിലോ 500 ഗ്രാം ഗോതമ്പ് കഴുകി ഉണക്കിയപ്പോൾ 1 കിലോ 350 ഗ്രാം കുറവ് വന്നു. ഇപ്പോൾ ഗോതമ്പിൻ്റെ തൂക്കം എത്ര? ആദ്യമുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ അളവ് 15 കിലോ 500 ഗ്രാമാണ്. കുറവ് വന്ന ഗോതമ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കിലോ 350 ഗ്രാമാണ്. എങ്കിൽ ഉണക്കിയ ശേഷമുള്ള ബാക്കിയുള്ള ഗോതമ്പിൻ്റെ തൂക്കം എത്രയാണ്? ഈ 15 കിലോ 500 ഗ്രാമിൽ നിന്നും 1 കിലോ 350 ഗ്രാം കുറച്ചാൽ മതി. ആദ്യം ഗ്രാമുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 500 ഗ്രാം മൈനസ് 350 സമം 150 ഗ്രാം. ഇനി കിലോഗ്രാമുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ 15 മൈനസ് 1 14 കിലോ. അപ്പോൾ ആകെ ഇനി ബാക്കിയുള്ള ഗോതമ്പിൻ്റെ തൂക്കം എത്ര? 14 കിലോ 150 ഗ്രാം. ആകെ ഭാരം. സൈനബയുടെ വാട്ടർ ബോട്ടിലിൽ നിറയെ വെള്ളമുണ്ടായിരുന്നപ്പോൾ ഭാരം 650 ഗ്രാം. ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ തൂക്കിയപ്പോൾ 200 ഗ്രാം. എങ്കിൽ വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിൻ്റെ ഭാരം എത്രയായിരുന്നു? ബോട്ടിലിൽ പകുതി വെള്ളമുള്ളപ്പോൾ ആകെ ഭാരം എത്രയായിരിക്കും? വാട്ടർ ബോട്ടിലിൻ്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 200 ഗ്രാമാണ്. ഇനി അതിൽ വെള്ളം നിറച്ചപ്പോഴുള്ള ഭാരം എത്രയാണ്? 650 ഗ്രാം. എങ്കിൽ ആ ബോട്ടിലിൽ നിറച്ച വെള്ളത്തിൻ്റെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 650 ഗ്രാമിൽ നിന്നും 200 ഗ്രാം കുറച്ചാൽ മതി. ബോട്ടിലിൽ നിറച്ച വെള്ളത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 450 ഗ്രാമാണ്. ഇനി ബോട്ടിലിൽ ഇതിൻ്റെ പകുതി വെള്ളമാണ് നിറച്ചതെങ്കിലോ? പകുതി വെള്ളം എന്ന് പറഞ്ഞാൽ ഈ 450 ഹരിക്കണം 2 ആണല്ലേ. അതായത് 225 ഗ്രാം ആയിരിക്കും നിറച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഈ ബോട്ടിലിൻ്റെ ഭാരം കൂടെ ഇല്ലേ, അതായത് 200 ഗ്രാം ബോട്ടിലിൻ്റെ ഭാരം കൂടെ ഉണ്ട്. അപ്പോൾ ആകെ പകുതി വെള്ളം നിറയ്ക്കുമ്പോഴുള്ള ആകെയുള്ള ഭാരം എത്രയാണ്? 225 പ്ലസ് 200 സമം 425 ഗ്രാം. ഒരു ദിവസം നിതയുടെ സ്കൂളിൽ 109 കുട്ടികളുണ്ട്. ബുധനാഴ്ച 4 പേർ വന്നില്ല. ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് 100 ഗ്രാം അരി വേണം. എങ്കിൽ ഇന്ന് എത്ര അരി എടുക്കണം? ഇതെങ്ങനെയാണ് കാണുന്നത്? ഒരു കുട്ടിക്ക് വേണ്ട അരി എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. ആകെ കുട്ടികളെന്ന് പറയുന്നത് 109 ആണ്. ബുധനാഴ്ച ലീവ് വന്ന കുട്ടികൾ 4 പേരാണ്. അതായത് ബുധനാഴ്ച ആകെ വന്ന കുട്ടികളുടെ എണ്ണം എന്താണ്? 109 മൈനസ് 4. ലീവായിട്ടുള്ള കുട്ടികളെ കുറച്ചാൽ പോരെ. അതായത് 105 കുട്ടികളാണ് ബുധനാഴ്ച ആകെ വന്നിട്ടുള്ളത്. ഇനി ഈ 105 കുട്ടികൾക്ക് എത്ര അരി വേണ്ടി വരും എന്നാണ് ചോദ്യം. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 105നോട് 100 ഗുണിച്ചാൽ മതി അല്ലേ. 100 ഗ്രാം അല്ലേ വരുന്നത് ഒരു കുട്ടിക്ക്. അപ്പോൾ 105 ഗുണിക്കണം 100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 10500 എന്നാണ് ഉത്തരം കിട്ടുന്നത്. സുഖമല്ലേ ചെയ്യാൻ? 105ന് ശേഷം 2 0 ഇട്ട് കൊടുത്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 105ന് ശേഷം 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 10,500 എന്ന് കിട്ടും. അതായത് 10 കിലോ 500 ഗ്രാമാണ് ബുധനാഴ്ച വേണ്ട അരി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മുഴുവൻ കുട്ടികളും വന്നു. ഈ ദിവസങ്ങളിലേക്ക് എത്ര കിലോഗ്രാം അരി ആവശ്യമായി വരും? വ്യാഴാഴ്ച വന്ന കുട്ടികൾ സമം 109 ആണ്. ഒരു കുട്ടിക്ക് വേണ്ട അരി എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. എങ്കിൽ വ്യാഴാഴ്ച വേണ്ട ആകെ അരി 109 ഗുണിക്കണം 100. അതായത് 10,900. 10 കിലോ 900 ഗ്രാം വേണ്ടി വരും. വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ മുഴുവൻ കുട്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയും ഇതുപോലെ വേണ്ട അരി 10 കിലോ 900 ഗ്രാമാണ്. ഇതിലെ അവസാനത്തെ ചോദ്യം എന്താ? വെള്ളിയാഴ്ച കഴിയുമ്പോൾ എത്ര കിലോഗ്രാം അരി ബാക്കി വരും? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബുധനാഴ്ച ഉള്ള അരി 35 കിലോ ആണ് അല്ലേ. ബുധനാഴ്ച ചിലവായ അരി 10 കിലോ 500 ഗ്രാമാണ്. വ്യാഴാഴ്ച ചിലവായ അരി 10 കിലോ 900 ഗ്രാമാണ്. വെള്ളിയാഴ്ച ചിലവായ അരി 10 കിലോ 900 ഗ്രാമാണ്. ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കാം. ആദ്യം ഗ്രാമുകൾ തമ്മിൽ കൂട്ടാം. 500 പ്ലസ് 900 പ്ലസ് 900 സമം 2300. അതായത് 2 കിലോ 300 ഗ്രാമാണ് ഗ്രാമുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയത്. ഇനി കിലോഗ്രാമുകൾ തമ്മിൽ നോക്കിയാലോ? 10 പ്ലസ് 10 പ്ലസ് 10 സമം 30 കിലോ. ഇനി ഈ 30 കിലോയും നേരത്തെ കിട്ടിയ 2 കിലോയും 300 ഗ്രാമും കൂടെ കൂട്ടി നോക്കാം. 2,300 കൂട്ടി നോക്കാം. അപ്പോൾ ആകെ 32 കിലോ 300 ഗ്രാം എന്നുത്തരം കിട്ടി. അതായത് ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ ആകെ ചിലവായ അരി 32 കിലോ 300 ഗ്രാമാണ്. ഇനി ബാക്കി കാണാൻ 35 കിലോയിൽ നിന്നും ഈ 32 കിലോ 300 ഗ്രാം കുറച്ച് നോക്കാം.
എങ്ങനെയാണ് കുറയ്ക്കുന്നത് കൂട്ടുകാരെ? 35 കിലോ എന്നുള്ളതിനെ നമുക്ക് 34 കിലോ 1000 ഗ്രാം എന്നെഴുതാം. അതിൽ നിന്നും ഈ 32 കിലോ 300 ഗ്രാം കുറച്ച് നോക്കാം. ആദ്യം ഗ്രാമുകൾ തമ്മിൽ കുറയ്ക്കുക. 1000 - 300 = 700 ഗ്രാം. ഇനി ഈ 34 കിലോയിൽ നിന്നും 32 കിലോ കുറയ്ക്കുന്നു. അപ്പോൾ 2 കിലോ എന്ന് കിട്ടുന്നു. അതായത് ബാക്കിയാവുന്ന അരി സമം 2 കിലോ 700 ഗ്രാമാണ്. ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. പാർട്ട് 1 കാണാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് പാർട്ട് 1 കണ്ടു നോക്കുക. മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും STD3 എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണുക. വീഡിയോസ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്